മലയിടം തുരുത്ത് ഉന്നതിയിലെ കുടിയൊഴിപ്പിക്കലുമായി മുന്നോട്ടു പോകണമെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ഇതിന് സർക്കാരിന് 2 ആഴ്ചത്തെ സമയം അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സമരവേദിക്കടുത്തുനിന്ന് മുഹമ്മദ് റഫീഖ് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. റഫീഖ്, 2 ആഴ്ചത്തെ സമയം അനുവദിച്ചിട്ടുണ്ടെങ്കിലും കുടിയൊഴിപ്പിക്കലുമായി മുന്നോട്ടു പോകണമെന്ന് തന്നെയാണ് കോടതിയുടെ നിരീക്ഷണവും നിർദ്ദേശവും. ഇതിനെങ്ങനെയാണ് സമരസമിതി നോക്കിക്കാണുന്നത്? സമരത്തിൽ താൽക്കാലികമായിട്ടൊരു ചെറിയ ഇടവേള ഉണ്ടായ സമയത്താണ് ഈ വിധി ഇവിടെ വന്നിരിക്കുന്നത്. പൊതുവെ സമരസമിതിയും അതുപോലെ തന്നെ ഇവിടുത്തെ താമസക്കാരും ഈ വിധിയിൽ നിരാശരാണ്. അതുമാത്രമല്ല, ഹൈക്കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാമർശമുണ്ട്. സുപ്രീം കോടതി വിധി നടപ്പാക്കിയല്ലാതെ സർക്കാരിന് മറ്റൊരു മാർഗമില്ലെന്നുള്ള പരാമർശം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഉള്ള ഒരു വിഷയം ചില ഈ 2 ആഴ്ചക്കുള്ളിൽ ഇത് ഒഴിപ്പിക്കുക എന്നുള്ള വലിയൊരു വിഷയം സർക്കാർ മുമ്പിലേക്ക് വരികയാണ്. ഇതിലൊരു പരിഹാരമില്ലാതെ അതേസമയം സമരസമിതി പറയുന്നത് ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകും. സമരസമിതി കൺവീനർ കരീം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നിങ്ങളുടെ തീരുമാനം എന്താണ്? ഞങ്ങൾ ഈ സമരത്തിനകത്ത് ആദ്യം ഉയർത്ത മുദ്രാവാക്യം, പ്രധാനപ്പെട്ട ഡിമാൻഡ്, ഈ പാവപ്പെട്ട മനുഷ്യരെ ഇവിടെ കുടിയിറക്കരുത്. സമരം തുടരും എന്ന് തന്നെയാണ്. സമരം തുടരും, കുടിയിറക്കരുതെന്നും ആ കുടിയിറക്ക് വരുമ്പോൾ അതിനെ സംരക്ഷിക്കാൻ ആവശ്യമായ പ്രതിഷേധ വലയം ഞങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. അത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഇവിടെ ഒന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പോലീസ് നടപടി ഉണ്ടായാലും പോലീസ് നടപടിയെ എങ്ങനെ ചെറുക്കണം എന്നുള്ളത് സംബന്ധിച്ച് ഞങ്ങൾ കൂടിയാലോചിച്ച് തീരുമാനിക്കും. ഞങ്ങൾ പോലീസുമായി ബലം പിടിക്കാനൊന്നുമില്ല. എന്നാൽ ഈ സമരത്തിൽ ഉന്നയിച്ചുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമാധാനപരമായ സമരവുമായി മുന്നോട്ട് പോകും. കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ പോലീസ് ആക്ഷൻ ഇവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച അന്ന് മുമ്പിൽ ഉണ്ടായിരുന്ന ഒരാളാണ് നിങ്ങൾ കരുതുക. അപ്പൊ അതുപോലെ വീണ്ടും ഒരു ആക്ഷൻ ഉണ്ടാകുമ്പോൾ ആ സന്ദർഭത്തിനനുസരിച്ച് ഞങ്ങൾ പെരുമാറും. ഒരു കാരണവശാലും പുനരധിവാസം എന്നുള്ള ഓഫർ എന്നുള്ളത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞങ്ങളെല്ലാം അവിടെ താമസിക്കുന്നവർ അംഗീകരിക്കുന്നില്ല. അവരംഗീകരിക്കാത്ത ഡിമാൻഡ് ഞങ്ങൾക്ക് നടപ്പാക്കാൻ കഴിയില്ല. ഇനി സമരസമിതിയോ അതോ ഇവിടുത്തെ താമസക്കാരോ കോടതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? ബന്ധപ്പെട്ട വക്കീലന്മാരൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് നിയമപരമായി ഏതെല്ലാം തരത്തിൽ അതിനാവശ്യമായ നമുക്ക് സംരക്ഷണം ഉറപ്പാക്കാൻ കഴിയുമോ അതിനുവേണ്ടിയുള്ള ജോലി ചെയ്യും. റിവിഷൻ ഹർജി കൊടുക്കാൻ സുപ്രീം കോടതി പോകേണ്ടത്, അത് എവിടെ സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള കോടതികളിൽ ഞങ്ങൾ നിയമപരമായി കൊടുക്കേണ്ടതാണ്. എങ്കിൽ ഞങ്ങളെ നടപ്പാക്കും. ദിവ്യ, കഴിഞ്ഞ സമരത്തിൽ പരിക്കേറ്റ അബ്ബാസ് നമ്മളോടൊപ്പം ഉണ്ട്. അബ്ബാസും സിറാജ് നമ്മളോടൊപ്പം ഉണ്ട്. ക്ഷമിക്കണം, സിറാജിന്റെയും സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് സിറാജും പറയുന്നത്. തീർച്ചയായും ഇപ്പോൾ ഇവിടെ സമരസമിതി ഇതിന്റെ മറ്റ് വിശദാംശങ്ങളെല്ലാം പരിശോധിക്കും. ഇപ്പോൾ കിട്ടിയ വാർത്ത അനുസരിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഈ പാവപ്പെട്ട മനുഷ്യരോടൊപ്പമാണ്. ബഹുമാനപ്പെട്ട കോടതി വിധികളെല്ലാം ഞങ്ങൾ അംഗീകരിക്കുന്നു. ബഹുമാനപ്പെട്ട കോടതി വിധി അംഗീകരിക്കുന്നു. അതിലപ്പുറം ഈ മനുഷ്യരോടൊപ്പം ഈ മർദ്ദിത വിഭാഗത്തോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് സമരസമിതിയുടെ തീരുമാനം. നിയമ നടപടിയാണോ അതോ ജനകീയ സമരമാണോ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത്? നിയമപരമായുള്ള നീക്കമാണല്ലോ ഞങ്ങൾ നടത്തിയിട്ടുള്ള 19.5 ഏക്കർ അളന്ന് തിട്ടപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അത് പൂർത്തീകരിക്കാൻ വേണ്ടി സാധ്യമായില്ല. അത് പൂർത്തീകരിക്കേണ്ടത് ഇപ്പോൾ നിലവിൽ ഉള്ള സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ്. അതിനകത്ത് ശ്രദ്ധ കൊടുക്കേണ്ടത്. അത് പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ് ശാശ്വതമായി ഇതിനകത്തൊരു പരിഹാരം ഉണ്ടാകുക എന്നുള്ളത് നേരത്തെ തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായാണ് ഞങ്ങൾ അങ്ങനെ പോയിട്ടുള്ളത്. അത് നിയമപരമായി അങ്ങനെ നീങ്ങുന്നതോടൊപ്പം തന്നെ ജനകീയമായി പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം തന്നെയാണ് സമരസമിതിയുടെ ഭാഗത്തുള്ളത്. 2 ആഴ്ചയ്ക്ക് ശേഷം ഒരു പോലീസ് നടപടി ഉണ്ടായാൽ, ഒഴിപ്പിക്കലിന് ശ്രമം ഉണ്ടായാലും നിങ്ങൾ ഈ സമരമായിട്ട് മുന്നോട്ട് പോവുകയാണോ? ഈ സമരപന്തൽ ഇവിടെ തുടരുമോ? 2 ആഴ്ച എന്നുള്ളതല്ലോ, കഴിഞ്ഞ 2.5 വർഷമായി ഈ സമരത്തിനകത്ത് ഞങ്ങളെല്ലാവരും ഭാഗമാണ്. അതിന്റെ ഭാഗമായി ഈ സമരത്തിന്റെ നേതൃത്വത്തിലുള്ള മുഴുവൻ പേർക്കെതിരെയും 10-ലധികം കേസുകൾ നിലവിലുണ്ട്. അപ്പോൾ സമരസമിതി ഇനി അങ്ങോട്ട് 2 ആഴ്ച കഴിഞ്ഞ് പോലീസ് വരുന്നതിന്റെ പേരിൽ ഞങ്ങൾ പേടിച്ചോടുകയില്ല. ഞങ്ങളെ സമരസമിതി ജനകീയമായി തന്നെ അതിനെ പ്രതിരോധിക്കും എന്നുള്ളതാണ്. പുനരധിവാസം എന്നൊരു നിർദ്ദേശം സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ താമസക്കാരും അതുപോലെ സമരസമിതി നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അതിനെ പുനരധിവാസത്തെ സംബന്ധിച്ച് നന്നായി ആധികാരികമായി പറയേണ്ട ഉത്തരവാദിത്തം ഇവിടെ താമസിക്കുന്നവർക്കാണ്. അവർ വ്യക്തമായി ഇന്ന് രാവിലെ പറഞ്ഞു കഴിഞ്ഞു. അവർ കിടക്കുന്നത് പുറമ്പോക്കിനകത്താണ്, സർക്കാർ പുറമ്പോക്കിനകത്താണ്. സർക്കാർ പുറമ്പോക്കിനകത്ത് താമസിക്കുന്ന മനുഷ്യർ എവിടെയാണ് ഇറങ്ങേണ്ടത് എന്നുള്ളതാണ് അവരുടെ ചോദ്യം. ഈ സമരസമിതിയെ സംബന്ധിച്ച് ഈ സമരസമിതി രൂപപ്പെട്ടുള്ളത് ഈ സമരത്തിനകത്ത് പ്രതിസന്ധി അനുഭവിക്കുന്ന ഈ മനുഷ്യരെ ചേർത്ത് നിർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അവരുടെ തീരുമാനത്തോടൊപ്പം സമരസമിതി അവിടെയുള്ള കുടുംബങ്ങൾക്കൊപ്പം